എല്ലാവരും പ്രയാസപ്പെടുന്നു. എന്തു പറ്റി മഹാനവറുകൾക്ക്? അല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ബോധം തെളിഞ്ഞു. തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ ചോദിക്കുന്നു, അല്ല മഹാനവറുകളെ എന്തു പറ്റി? ആ സമയത്ത് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ, എന്റെ കയ്യിൽ ഈ തണുത്ത വെള്ളം കിട്ടിയപ്പോ എന്റെ കൽവിൽ പെട്ടെന്ന് നരകത്തെ പറ്റിയുള്ള ഓർമ്മ വന്നുപോയി. ആ നരകത്തിൽ കുടിക്കാൻ കിട്ടുന്ന ഒരു വല്ലാതെ ശക്തമായ തിളക്കുന്ന ചൂടുള്ള മാവുൽ ഹബീബ് എന്ന വെള്ളത്തെ പറ്റി ഞാനും ഓർത്തുപോയി. ആ വെള്ളമെങ്ങാനും ഞാൻ കുടിക്കേണ്ടി വന്നാൽ, ആ നരകത്തിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടി വന്നാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ എന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് ഓർത്തുപോയപ്പോ എനിക്ക് ബോധക്ഷയം വന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ തളർന്നു വീണുപോയത്. അതാണ് എന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വീണ് പൊട്ടി വെള്ളം നഷ്ടപ്പെട്ടു പോയത്. എന്റെ മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പോകുന്ന സ്വർഗമാണ് വിനീതനായ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ പോരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പ്രഗൽഭന്മാരായ സഹാബത്തില്ലേ? ബക്കരി വഅൽ ഉമരി വഅൽ അലി വഅൽ ഉസ്മാൻ ദിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി عبيدة وابن عوف عسير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم യജമാനനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. അഭിമന്യ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടുത്തെ നോട്ടം ഞങ്ങളുടെ കൽബിലേക്ക് നീട്ടുതരണം റഹ്മാനെ. അവിടുത്തെ ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവിടുത്തെ ഹുനൂർ കൊണ്ട് ഞങ്ങളുടെ സദസ്സുകളെ നീ ധന്യമാക്കണേ തമ്പുരാനേ. ബിറഹ്മതിക യാ ദൽ ജലാലി വൽ ഇക്റാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പ്രഗൽഭൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്റെ മാന്യ സഹോദരന്മാരെ ശ്രദ്ധിക്കണം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ തന്റെ ഭരണകാലത്ത് ശക്തമായ തന്റെ ജോലി തിരക്കുകളും
ദീനീ ഖിദ്മത്തിന്റെ പരക്കം പാച്ചിലുകളുമായി വല്ലാതെ പ്രയാസപ്പെട്ട് ഇങ്ങനെ പരക്കം പായുന്ന സമയം അതേ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാത്തത് 2-3 ദിവസങ്ങളായി, നേരെയൊന്ന് വെള്ളം കുടിക്കാത്തത് ഒരുപാട് സമയങ്ങളായി, വല്ലാതെ ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. എവിടെന്നെങ്കിലും അല്പം വെള്ളം കിട്ടിയാൽ തരക്കേടില്ലെന്ന ആഗ്രഹമുണ്ട്, ഒരല്പം ഭക്ഷണം കിട്ടിയാൽ തരക്കേടില്ലെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ മാനവர்கள் ഇങ്ങനെ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ ഒരു പാക്കറ്റ് ഭക്ഷണവുമായി കടന്നു ചെല്ലുകയാണ്. സാധാരണ അങ്ങനെ ഹദിയായിക്കൊണ്ട് ഭക്ഷണം കിട്ടുമ്പോ ഈ ഭക്ഷണം എവിടെ നിന്നുള്ളതാണെന്ന് അന്വേഷിച്ചിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. പക്ഷേ അന്ന് തിരക്കിന്റെ മധ്യത്തിൽ താൻ അത് അന്വേഷിക്കാൻ അങ്ങ് വിട്ടുപോയി. വിശപ്പിന്റെ കാഠിന്യത്തോടെ കിട്ടിയ ഭക്ഷണം അങ്ങ് കഴിച്ചും പോയി. അല്പസമയം കഴിഞ്ഞപ്പോഴാണ് മഹാനവറുകൾ ചിന്തിക്കുന്നത്, ഞാൻ ഈ ഭക്ഷണം കഴിച്ചല്ലോ, ഈ കഴിച്ച ഭക്ഷണം എവിടെ നിന്ന് വന്നതാണോ, എവിടെ നിന്ന് കിട്ടിയതാണോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം വന്ന ഉത്ഭവത്തെ സംബന്ധിച്ച്, അതിന്റെ ഉറവിടത്തെ സംബന്ധിച്ച് ശരിക്കൊന്ന് അന്വേഷണം നടത്തിയപ്പോൾ ആ ഭക്ഷണത്തിൽ ഒരു ഹറാമിന്റെ അംശം കഴിയാൻ സാധ്യതയുണ്ടെന്നങ്ങ് മനസ്സിലായിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഈ ഒരു റിസൾട്ട് മഹാനവറുകൾക്ക് കിട്ടുമ്പോഴേക്ക് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പൊട്ടി കരയാൻ വേണ്ടി തുടങ്ങി. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, യജമാനനായ റബ്ബേ, ഈ ഹറാമായ ഭക്ഷണം എന്റെ കൈകൊണ്ട് ഞാൻ തൊട്ടുപോയല്ലോ, ആ ഹറാമായ ഭക്ഷണം എന്റെ നാവുകൊണ്ട് ഞാൻ രുചിച്ചു പോയല്ലോ, ആ ഹറാമായ ഭക്ഷണം എന്റെ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോയല്ലോ. ഈ ഹറാമ് പിടിച്ച കയ്യോട്, ഹറാമ് രുചിച്ച നാവോട്, ഹറാമ് നിറച്ച പള്ളയോട് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാതെ, ഒരു പിടി ഭക്ഷണം പോലും കിട്ടാതെ, എത്രയോ കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന സൂര്യൻ തലയിട ഉയരത്തിൽ ഉദിച്ച് വിയർപ്പിൽ മുറ്റി നട്ടോട്ടമോടുന്ന മഹ്ശറയിൽ അതേ എനിക്കവിടെ ആകെ പ്രതീക്ഷിക്കാനുള്ളത് ഹബീബിന്റെ കൈകൊണ്ട് കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറല്ലേ. ഇന്നനാ നർജു ഇലാ കഅ്സി ഹൗദിക ലിൽഅതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. ഹബീബിന്റെ പരിശുദ്ധമായ ജന്മമാസം കടന്നു വരുമ്പോൾ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ വീടുകളിൽ അതേ നിർബന്ധ ബുദ്ധിയോടെ ഉയർന്നു കേൾക്കുന്ന ശബ്ദമാണല്ലോ ആ ഹബീബിന്റെ പവിത്രമായ മൗലിദിന്റെ ശബ്ദം. ആ മൗലിദ് ഗാം ചെല്ലുന്ന സമയത്ത് വളരെ ആഗ്രഹത്തോടെ പാടി പറഞ്ഞില്ലേ, ഇന്നനാ നർജു ഇലാ കഅ്സി ഹൗദിക ലിൽഅതാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. നബിമാരിൽ വെച്ചേറ്റവും ഖൈറായ എന്റെ നേതാവായ നബിയെ, അങ്ങയുടെ കൈകൊണ്ട് ഒരു കോരിക്കൊടുക്കുന്ന അങ്ങയുടെ അധികാരത്തിലേക്ക് റബ്ബ് വിട്ടു തന്ന ഹൗദുൽ കൗസർ, ആ ഹൗദുൽ കൗസറിൽ നിന്നൊരക്കപ്പ് വെള്ളം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രവിശാലമായ മഹ്ശറയിൽ ഹബീബിന്റെ കൈകൊണ്ട് കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ അത് വാങ്ങിക്കുടിക്കാൻ ജനകോടികൾ ക്യൂ നിൽക്കുന്ന സമയത്ത് സാധുവായ സിദ്ദീഖും ആ ലൈനിൽ ഇങ്ങനെ നിന്ന് പ്രയാസപ്പെട്ട് നടന്നെന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് അങ്ങെത്തുമ്പോ ഹറാമായ ഭക്ഷണം പിടിച്ച കൈകൊണ്ടും ഹറാമായ നാവുകൊണ്ട് ഭക്ഷണം രുചിച്ച നാവുകളുടെ ഹറാമായ ഭക്ഷണം നിറച്ച പള്ളയിലേക്ക് ഈ ഹൗദുൽ കൗസറിന്റെ കപ്പ് പിടിക്കാൻ പറ്റില്ല അബൂബക്കറേ. ആ ഹൗദുൽ കൗസർ രുചിക്കാൻ പറ്റില്ല അബൂബക്കറേ. ഹറാമ് നിറച്ച പള്ളയിൽ ഈ ഹൗദുൽ കൗസർ നിറക്കാൻ പറ്റില്ല അബൂബക്കറേ എന്ന് പറഞ്ഞ് ഈ സാധുവായ അബൂബക്കറിനെങ്ങാനും എന്റെ ഹബീബ് തള്ളിക്കളഞ്ഞാൽ, എന്റെ ഹബീബ് ആട്ടിക്കളഞ്ഞാൽ
കഴിഞ്ഞാൽ ഞാൻ അവിടെ ആരോട് അഭയം പറയും? റബ്ബേ, ആ ഹറാമായ ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് ഇനി ആ ഭക്ഷണം പുറത്തോട്ട് കളയലല്ലാതെ നിർവാഹമില്ലെന്ന് പറഞ്ഞ് തന്റെ കൈവിരലുകൾ മുഴുവനും തൊണ്ടയിലേക്ക് കുത്തി കുത്തി ഇറക്കിയിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഛർദിക്കുകയാണ്. പള്ളിയിൽ ചതച്ചരച്ചിറക്കിയ ഭക്ഷണം അത് മുഴുവനും ഇങ്ങനെ പുറത്തോട്ട് ഛർദിക്കാൻ വേണ്ടി തുടങ്ങി. ഉള്ളത് മുഴുവനും ഛർദിച്ചു. പക്ഷേ ധൈര്യം വരുന്നില്ല. വല്ലതും ഇനി ആമാശയത്തിൽ ബാക്കിയുണ്ടോ എന്ന ഭയം. വീണ്ടും തൊണ്ടയിലേക്ക് കൈകുത്തിയിറക്കി ഛർദിച്ചപ്പോൾ അവസാനം രക്തം ഛർദിച്ചു പോയി. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഒരാശ്വാസം വന്നതെങ്കിൽ, എന്റെ കരടിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ യോഗ്യനല്ല, ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കുകയാണ്. കഴിച്ച ഭക്ഷണം എത്ര ഹറാമുകൾ, അതേ കുടിച്ചുപോയ വെള്ളം എത്ര ഹറാമുകൾ, അനുഭവിച്ച അനുഗ്രഹങ്ങളിൽ എത്രയെത്ര ഹറാമായ സുഖങ്ങൾ അനുഭവിച്ചു പോയി. ഈ ഹറാമു പിടിച്ച കയ്യോട്, ഹറാമു രുചിച്ച നാവോട്, ഹറാമു നിറച്ച പല്ലയോട് സാധുവായ ഞാൻ സ്വർഗം കിട്ടണമെന്ന് പറഞ്ഞതുകൊണ്ട്, സാധുക്കളായ നമ്മൾ സ്വർഗം ആഗ്രഹിച്ചതുകൊണ്ട് എവിടെ കിട്ടാൻ? وأما من خاف مقام ربه ونهى النفس عن الهوى. ശക്തമായ റബ്ബിനെ പറ്റിയുള്ള ഭയം, ആ ഭയത്തോടെ എന്റെ നഫ്സിന്റെ ഇച്ഛക്ക് വഴങ്ങില്ലെന്ന തീരുമാനം, ഈ തീരുമാനത്തിൽ അധിഷ്ഠിതമായി മുഴുവൻ സമയങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ ഖുർആൻ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അവനിക്കാണ് സ്വർഗത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ റബ്ബ് തആല അവസരം നൽകൂ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചോദിക്കുക, നമുക്ക് ഈ സ്വർഗത്തിന് വല്ല സാധ്യതയും മുന്നിൽ കാണാനുണ്ടോ? ആ സ്വർഗത്തിലേക്കുള്ള വല്ല പ്രതീക്ഷയും നമുക്കുണ്ടോ? ആ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ആരെങ്കിലും നമ്മെ കാത്തിരിക്കുന്നുണ്ടോ? ഒരു വേള ഒന്ന് നമ്മുടെ ശരീരത്തോട് ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൽ ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യജമാനനായ റബ്ബ് തആല സാധുക്കളായ നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ശക്തമായ ഭയം പലരുടെയും കൽബിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോ അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന താല്പര്യം നഷ്ടപ്പെട്ടു പോയി, ഉറങ്ങണമെന്ന താല്പര്യം നഷ്ടപ്പെട്ടു പോയി. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് നടത്തിയ ഒരുപാട് വസിയ്യത്തുകൾ, ആ വസിയ്യത്തുകളിൽ പലതും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽപ്പെട്ടൊരു വസിയ്യത്ത് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചിങ്ങനെ ഒരുപാട് വസിയ്യത്തുകൾ ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ നൽകിയൊരു വസിയ്യത്ത് എന്താണെന്നറിയോ? യാ ബുനയ്യ ലാ യകൂനന്ന ദീകു അഖിയസ മിൻകാ. ഓ എന്റെ പ്രിയപ്പെട്ട കൊച്ചുമോനെ, നിന്നോടൊരു കാര്യം ഞാൻ വസിയ്യത്ത് ചെയ്യട്ടെ. ലാ യകൂനന്ന ദീകു അഖിയസ മിൻകാ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയുണ്ടല്ലോ മോനെ, അത് നിന്നേക്കാളും ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ജീവിയായി മാറുന്നത് സൂക്ഷിക്കണം കേട്ടോ. കാരണം മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നത്, യുനാദി ബിൽ അസ്ഹാർ വഅൻത നായിമുൻ. നീ നന്നായി കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത്
ആ കോഴി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? യുനാദി ബിൽ അസ്ഹാർ. പാതിരാത്രിയിൽ ആ കോഴി സുബ്ഹിയുടെ എത്രയോ മുമ്പ് എഴുന്നേറ്റിട്ട് ലൈലി ഹമാമത്തുൽ അലാ ഫാനനിൻ വഗ്നൽ وإني لنائم كذبت وبيت الله لو كنت عاشقا لما سبقتني بالبكاء الحمائم وأزعم أني هائي منذ صبابتي لربي فلا أبكي وتبكي البهائم. അതേ വീട്ടിന്റെ മേൽക്കൂരകളിൽ കിടന്ന് മൂളിപ്പാട്ട് നടത്തുന്ന മാടപ്പിറാവുകളെ നോക്കിക്കൊണ്ട്, അതുപോലത്തെ മറ്റ് പക്ഷികളിലേക്കും മൃഗങ്ങളിലേക്കും നോക്കിക്കൊണ്ട് മഹാന്മാര് വല്ലാതെ സങ്കടത്തോടെ പറയുന്നു, അതേ ചില്ലകളിൽ ഇരുന്നു കൊണ്ട് കുരുവികൾ ഇങ്ങനെ കൂവിട്ട് കരയുമ്പോൾ, മേൽക്കൂരകളിൽ കിടന്നുകൊണ്ട് മാടപ്പിറാവുകൾ മൂളിക്കരയുമ്പോൾ, അതൊക്കെ റബ്ബിന്റെ മുന്നിൽ തസ്ബീഹ് സമർപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? പാതിരാത്രിയിൽ അത് റബ്ബിനെ ഓർത്ത് ദിക്റ് ചൊല്ലുകയല്ലേ ചെയ്യുന്നത്? എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യരെന്ന് പറയുന്ന ഞാൻ എന്റെ റബ്ബിന്റെ ആശിക്കാരെന്ന് പറയുന്നു, ഞാൻ എന്റെ ഹബീബിന്റെ ആശിക്കാരെന്ന് പറയുന്നു. കദബ്തു വബൈത്തില്ലാഹി ലൗ കുന്തു ആശിഖാ ലമാ സബഖത്നി ബിൽ ബുകാഇൽ ഹമായിം. ഞാൻ എന്റെ റബ്ബിന്റെ ആശിക്കാണെന്ന് ഞാൻ കളവ് പറഞ്ഞു പോയി. കദബ്തു വബൈത്തില്ലാഹി ലൗ കുന്തു ആശിഖാ ലമാ സബഖത്നി ബിൽ ബുകാഇൽ ഹമായിം. ഞാൻ എന്റെ റബ്ബിന്റെ ആശിക്കാണെന്ന് പറയുന്ന ഈ ബുദ്ധിയുള്ള ഞാൻ പറയുന്നത് സത്യമായിരുന്നെങ്കിൽ എന്നെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ കൂർക്കം വലിച്ചിറങ്ങുമ്പോൾ എന്നേക്കാൾ മുമ്പ് ഈ മാടപ്പിറാവുകൾ എണീച്ച് തസ്ബീഹ് ചൊല്ലുമായിരുന്നില്ല. ഈ കുരുവികൾ റബ്ബിന്റെ മുന്നിൽ തസ്ബീഹ് സമർപ്പിക്കുമായിരുന്നില്ല. ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഞാൻ, റബ്ബിന്റെ ആശിക്കാണെന്ന് അവകാശപ്പെടുന്ന ഞാൻ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ എന്നേക്കാൾ മുമ്പ് ആ കുരുവികൾ എഴുന്നേറ്റ് തസ്ബീഹ് ചൊല്ലിപ്പോയല്ലോ. വഅസ്ഉമു അന്നീ ഹായി മുൻദു സബാബതി ലറബ്ബി ഫലാ അബ്കി വതബ്കി ബഹായിമു. റബ്ബിന്റെ അദാബിനെ പേടിക്കേണ്ട ഞാൻ അവന്റെ അദാബിനെ പേടിച്ച് കരയേണ്ട സമയത്ത് ഞാൻ നന്നായി കൂർക്കം വലിച്ചുറങ്ങുന്നു. പക്ഷേ വതബ്കിൽ ബഹായിമു, അതേ ആട്ടിൻകുട്ടികൾ എഴുന്നേറ്റ് കരയുന്നു, കോഴികൾ എഴുന്നേറ്റ് കരയുന്നു, മറ്റു മൃഗങ്ങൾ എഴുന്നേറ്റ് കരയുന്നു, പക്ഷികൾ എഴുന്നേറ്റ് കരയുന്നു. അതേ എന്നേക്കാളും നല്ലത് ആ മൃഗങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് മഹാന്മാര് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാരണവന്മാരെ, സഹോദരികളെ, അതേ പേരിനൊരു 5 നേരം നിസ്കരിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്ന് ചിന്തിച്ച് നടന്നതുകൊണ്ട് മാത്രം റബ്ബിന്റെ പൊരുത്തം നേടാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. റബ്ബിനെ പേടിക്കുന്ന മനസ്സ് നമുക്കുണ്ടാകണം. റബ്ബിനെ പേടിക്കുന്ന മനസ്സുള്ളവൻ അവന്റെ നാവ് കൊണ്ട് മറ്റൊരുത്തന്റെ ഫിത്ന പറയാൻ അവർക്ക് കഴിയില്ല. അവന്റെ നാവ് കൊണ്ട് മറ്റൊരുത്തരെ ചീത്ത പറയാൻ കഴിയില്ല. ആലിമീങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. സാദാത്തുക്കളെ കുറ്റം പറയാൻ കഴിയില്ല. ആദരിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ടവരെ കുറ്റം പറയാൻ കഴിയില്ല. അവന്റെ കൽബിൽ എപ്പോഴും റബ്ബിനെ പറ്റിയുള്ള പേടിയുണ്ടാകും. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിന്റെ പാരായണം അവര് നടത്താതിരിക്കാൻ കഴിയില്ല. അവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാതിരിക്കാൻ കഴിയില്ല. അവർക്ക് നന്മകൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇതൊന്നും ചെയ്യാതെ നാവുകൊണ്ടെല്ലാ സമയത്തും ഫിത്നകൾ,
കൃത്യമായി നിസ്കരിക്കണമെന്ന ബോധമില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഹവക്ക് വഴങ്ങിക്കൊണ്ടാണ് നാം ജീവിക്കുന്നത്. യജമാനനായ റബ്ബ് തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ രണ്ടാമത് ഖുർആൻ പഠിപ്പിച്ചത് വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇച്ഛകളെ തൊട്ടവൻ മാറി നിൽക്കണമെന്നാണ്. ശരീരം നിസ്കരിക്കാതെ കടന്നുറങ്ങണമെന്ന് പറയുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കാൻ എനിക്ക് സാധിക്കണം. ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അല്പസമയം കഴിയട്ടെ എന്നിട്ട് നിസ്കരിക്കാമെന്നാണ് പറയുന്നതെങ്കിൽ ആ സ്പോട്ടിൽ എഴുന്നേറ്റ് നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. ഖുർആൻ ഓതാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ നഫ്സും ശരീരവും നമ്മോട് അല്പം കഴിയട്ടെ എന്നാണ് പറയുന്നതെങ്കിൽ അതേ സമയത്ത് നമുക്ക് ഖുർആൻ ഓതാൻ കഴിയണം. നമുക്ക് അല്പം ദിക്റും സ്വലാത്തും ചൊല്ലാനും തോന്നുമ്പോൾ നമ്മുടെ നഫ്സ് അത് കുറച്ച് കഴിയട്ടെ എന്നാണ് പറയുന്നതെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ആ ദിക്റും സ്വലാത്തും ചൊല്ലാൻ കഴിയണം. ദുആയുടെ സദസ്സിൽ പങ്കെടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഇന്നവിടെ നിൽക്കട്ടെ നാളെ എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മുടെ നഫ്സിനോട് ജിഹാദ് ചെയ്തിട്ട് അതേ സ്പോട്ടിൽ നമുക്ക് ആ ദിക്റിന്റെയും ദുആഇന്റെയും മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയണം. അതേ നമുക്ക് ഇൽമിന്റെ മജ്ലിസിൽ അല്പസമയം ഇരിക്കുമ്പോൾ അലർജി തോന്നി അരുചി തോന്നി എഴുന്നേറ്റ് പോകാനാണ് തോന്നുന്നതെങ്കിൽ നമ്മുടെ നഫ്സ് അത് മറ്റൊരു ഹറാമായ സദസ്സിലാണെങ്കിൽ എത്ര മണിക്കൂർ ഇരിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ ശരീരത്തിന്റെ ഇച്ഛയെ പിടിച്ചുകെട്ടി നമുക്ക് നഫ്സിനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിയണം. ശരീരിച്ചക്ക് വഴങ്ങി ജീവിതം നശിപ്പിക്കുന്ന പരാജിതരുടെ സ്വഭാവത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതേ ലോക പ്രശസ്തനായ സൂഫി വര്യൻ, മഹാനായ പ്രഗത്ഭനായ പണ്ഡിതൻ, തരീഖിന്റെ മശായിഖന്മാരിൽ പ്രഗത്ഭനായ മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ അടുക്കൽ 30 വർഷക്കാലം ഓതിപ്പടിച്ച പ്രഗത്ഭനായ ഒരു ശിഷ്യനുണ്ട്, മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഞാൻ ഈ സംഭവം മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ആ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു 30 വർഷക്കാലം ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഓതിപ്പടിച്ച് ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. 30 കൊല്ലം 30 വർഷക്കാലം തന്നെ സഹവസിച്ച ഈ ശിഷ്യൻ 30 കൊല്ലം ജീവിച്ചപ്പോ ഒരു ദിവസം മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു ഭയം. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, സാഹബ്തനി മുൻദു 30 സന മാ ഹസ്സൽത ഫീഹാ. അല്ല മോനെ, 30 കൊല്ലമായല്ലോ നീ എന്നോട് സഹകരിക്കാനും സഹവസിക്കാനും തുടങ്ങിയിട്ട്. ഈ 30 കൊല്ലക്കാലം എന്റെ കൂടെ നീ ജീവിച്ചിട്ട് നിനക്കെന്ത് കാര്യമാണ് കിട്ടിയത് എന്ന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ, ആ കാര്യത്തിൽ നിങ്ങൾ ചിന്തിച്ച് ഭയപ്പെടേണ്ടതില്ല. ഹസ്സൽതു സമാനിയ ഫവായിദ മിനൽ ഇൽമ് വഹിയ തക്ഫിനി മിൻഹു ലിഅന്നി അർജു ഖലാസിയതി വനജാതി ഫീഹാ. നിങ്ങൾ അതിൽ ടെൻഷനാകേണ്ടതില്ല ഉസ്താദേ. നിങ്ങളെടുത്ത് ഞാൻ പഠിച്ച സമയത്ത് വിലപ്പെട്ട 8 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ 8 കാര്യങ്ങളിൽ എന്റെ രക്ഷക്കും ഭദ്രതക്കും മതിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ ഹാത്തിമുൽ അസ്സമിനോട് ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഏതാണ് മോനെ ആ 8 കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ? വളരെ സുദീർഘമായ സംഭവമാണ്. ദീർഘമായ 8 കാര്യങ്ങളെ പറ്റിയുള്ള മറുപടിയാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി. അതിൽ രണ്ടാമതായി കൊണ്ട് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു രണ്ടാമതായി കൊണ്ട് ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അന്നീ റഅയ്തുൽ ഖൽഖ യഖ്തദൂന അഹ്വാഹും. ഞാൻ ജനങ്ങളെ ഒന്ന് ശരിക്കിങ്ങനെ വീക്ഷിച്ചപ്പോ എനിക്ക് കാണാൻ കഴിയുന്നൊരവസ്ഥ എന്താണെന്നറിയോ? എല്ലാ സൃഷ്ടികളും അവരുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് ഇങ്ങനെ വഴങ്ങി ജീവിക്കുന്നതാണ് കാണുന്നത്. ആഖിറത്തിൽ സലാമത്തിന്റെ വഴി എന്ത് എന്നവർ ചിന്തിക്കുന്നില്ല.
നിസ്കരിക്കണമെന്ന തോന്നൽ അവർക്ക് പലർക്കും കാണാനില്ല. ഖുർആൻ ഓതണമെന്ന താല്പര്യം കാണുന്നില്ല. സുന്നത്ത് നിസ്കരിക്കാൻ അവർക്ക് മടിയാണ്. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അവർക്ക് മടിയാണ്. അവരവരുടെ ശരീരത്തെ മാത്രം ആഗ്രഹിക്കുകയാണ്. ശരീരത്തിന്റെ ഇച്ഛകളെ മാത്രം താല്പര്യപ്പെടുകയാണ്. ആ രീതിയിൽ ശരീരത്തിന്റെ ഹവക്ക് മാത്രം വഴങ്ങി ജീവിക്കുന്നവർ. ഉറങ്ങണമെന്ന അവർക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ ഉറക്കൊടിയണമെന്ന ആഗ്രഹം അവരുടെ കൽബിലില്ല. ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയേ, മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനെ മറുപടി കൊടുത്ത രണ്ടാമത്തെ മറുപടി, ജനങ്ങളെ ഞാൻ ശരിക്കൊന്നിങ്ങനെ പഠിച്ചപ്പോ എല്ലാ ജനങ്ങളെയും എനിക്ക് കാണാൻ കഴിയുന്നത് ശരീരത്തിന്റെ ഹവക്കനുസരിച്ച് ഇങ്ങനെ ജീവിക്കാൻ, ഹലാലും ഹറാമിനെ പറ്റി ചിന്തിക്കുന്നില്ല. സ്വന്തം നഫ്സെന്തേ പറയുന്നത് കേട്ട് ഇങ്ങനെ അനുസരിക്കുക തന്നെ. കളവ് പറയുന്നതിന് മടിയില്ല, ഫിത്ന പറയുന്നതിന് മടിയില്ല, ഗീബത്ത് പറയുന്നതിന് മടിയില്ല, നമീമത്ത് പറയുന്നതിന് മടിയില്ല, നന്മകൾ മുടക്കുന്നതിന് അവന് മടിയില്ല. എല്ലാം ശരീരം എന്തേ താല്പര്യപ്പെടുന്ന അതിനനുസരിച്ച് ഇങ്ങനെ പോവുക തന്നെ. ആ സമയത്താണ് ഞാൻ ഉസ്താദിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പഠിക്കുന്നത് എന്തേ റബ്ബിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ. അന്നാണ് എനിക്കൊരു വേള ഉസ്താദ് ഓതിത്തരുന്നത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൽ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അന്നാണ് ഉസ്താദ് എനിക്ക് ഓതിത്തരുന്നത് എന്റെ ഓതിത്തന്ന ഖുർആനിക വചനം, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, അധിപനായ റബ്ബിന്റെ മുന്നിൽ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു ചെന്ന് ഹിസാബിന്റെ വേദിയെ ഞാൻ അഭിമുഖീകരിക്കേണ്ടവനാണെന്ന ഭയത്തോടെ, വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ താല്പര്യത്തെ അവൻ പരിപൂർണമായി അങ്ങോട്ട് ബലികഴിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി, നന്മകൾക്ക് വേണ്ടി എന്തും സഹിക്കണമെന്ന ഒരു താല്പര്യത്തോടൊരു മനുഷ്യൻ ജീവിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവനിക്കാണ് സ്വർഗമെന്ന സന്തോഷം. റബ്ബിന്റെ കലാമ് നൽകിയ ആ സന്തോഷ വാർത്ത ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഞാനെന്ന് പഠിച്ചുപോയി. വതയഖൽതു അന്നൽ ഖുർആന ഹഖ്ഖുൻ സാദിഖുൻ, ഇതെന്ന് കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ അത് ഹക്കാണ്, സത്യമാണ്, കളവ് പറയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ സമയം മുതൽ അങ്ങോട്ട് ഉറപ്പിച്ചു, ഞാനിനി എന്റെ ശരീരത്തിന് വഴങ്ങില്ല. ഫബാദർതു ഇലാ ഖിലാഫി നഫ്സി وتشمرت بمجاهدتها وما متعتها بهواها حتى رضيت بطاعة الله. ഖുർആനിന്റെ വചനത്തിന്റെ പ്രഖ്യാപനത്തെ ഞാൻ മുഖവിലക്കെടുത്ത് അന്നു മുതൽ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്റെ ശരീരം പറയും പോലെ ജീവിക്കില്ല. എന്റെ നഫ്സെന്ത് എന്നോട് കൽപ്പിക്കുന്നതിനോട് ഞാൻ എതിരിടാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ നഫ്സ് എന്താണോ കൽപ്പിക്കുന്നത് അതിനോട് ഞാൻ ജിഹാദ് ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിച്ചു. അന്നു മുതൽ എന്റെ നഫ്സിന് ആഗ്രഹിക്കുന്നതൊന്നും ഞാൻ ചെയ്തു കൊടുത്തില്ല. എന്റെ നഫ്സ് ആഗ്രഹിക്കുന്നതൊന്നും ഞാൻ ചെയ്തു കൊടുത്തില്ല. നല്ല വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു, വലിയ കാശ് കൊടുത്തിട്ട് ഞാൻ എങ്ങനെ ഈ വലിയ വെള്ളം കുടിക്കണം? എന്നെ പോലത്തെ എത്രയോ മനുഷ്യൻ പാവങ്ങളായി പോയതുകൊണ്ട് പണം കൊടുക്കാതെ ഏതെങ്കിലും ശുദ്ധമായ പച്ചവെള്ളം വാങ്ങി കുടിക്കുന്നില്ലേ? അങ്ങനത്തെ ഈ ഭൂമിയിൽ ഞാൻ എന്തിന് 25, 30, 40 രൂപ കൊടുത്തിട്ടുള്ള ജ്യൂസ് വാങ്ങി കുടിക്കണം? ഞാൻ എന്തിന് നല്ല നല്ല മറ്റു വെള്ളം വാങ്ങി കുടിക്കണം? അതേ നമ്മുടെ നഫ്സിനോടൊന്ന് ചോദിക്കണം മോനെ. ഒരു നേരത്തെ റൊട്ടി കഷ്ടത്തിനു വേണ്ടി പാവങ്ങൾ കടിപിടി കൂടുമ്പോ ഞാനെങ്ങനെ വലിയ വലിയ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും? ഞാൻ എന്റെ നഫ്സ് എന്താണ്
എന്താണോ ആഗ്രഹിക്കുന്നത് ആ സമയത്തൊക്കെ എന്നേക്കാൾ പ്രയാസപ്പെടുന്നവരിലേക്ക് ചിന്തിച്ച് എന്റെ ശരീരത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു പോയി. ആ നഫ്സ് ആഗ്രഹിക്കുന്ന ഒരു ഉപകാരവും ഞാൻ അതിന് ചെയ്തു കൊടുത്തില്ല. അങ്ങനെ ഞാൻ കുറച്ചു കാലം അങ്ങ് ജീവിച്ചപ്പോ ഒരു ശരിയായ ഒരു ജിഹാദുൻ നഫ്സിന് വേണ്ടി, ആ ജിഹാദുൻ അക്ബറിന് വേണ്ടി ഞാനങ്ങ് മുതിർന്നപ്പോ റളിയത്ത് ബിതാഅത്തില്ലാഹ്, എന്റെ നഫ്സ് എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടാൻ എന്റെ നഫ്സ് ശരിക്കും എനിക്ക് പാകപ്പെട്ട് കിട്ടി. അങ്ങനെ അന്ന് മുതൽ ഞാൻ എന്റെ ശരീരം ഞാൻ ഇച്ഛകൾക്ക് വഴങ്ങാത്ത ശരീരമാക്കി മാറ്റി. റബ്ബിന് വേണ്ടി എന്റെ ശരീരത്തെ വങ്കാതത്ത് ആ ശരീരത്തെ ഞാൻ വെളിപ്പെടുത്തി കൊടുത്തു. ഇതങ്ങ് കേൾക്കേണ്ട താമസം മഹാനായ ശഫീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണിൽ നിന്ന് പിടിപിടാ വെള്ളമൊഴുക്കി റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ചിന്തിച്ച് ജീവിതത്തെ റബ്ബിന് വേണ്ടി സമർപ്പിച്ച ഒരു ശിഷ്യനെ എനിക്ക് കിട്ടിയല്ലോ. സന്തോഷത്തോടെ ശഫീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു കണ്ണുനീരൊഴുക്കിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ മാന്യ സഹോദരന്മാരെ, സ്വർഗത്തിലേക്ക് നമ്മെ റബ്ബ് സ്വാഗതം ചെയ്യണമെങ്കിൽ ഇച്ഛകൾക്ക് വഴങ്ങാത്ത നഫ്സോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഞാനിനി ഒരൊറ്റ കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. വന്യരായ സയ്യിദ് അവറുകളെ ഇരുത്തി ഞാൻ സമയം ദീർഘിപ്പിക്കുന്നത് അതപകേടായി പോകുന്നത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മൂന്നാമതായി മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി അതുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു ഉസ്താദിനോട്, അതേ മൂന്നാമത് ഞാൻ ഉസ്താദിൽ നിന്ന് പഠിച്ച മൂന്നാമത്തെ ഇൽമ്, എന്റെ സലാമത്തിന് ആവശ്യമായ മൂന്നാമത്തെ ഫായിദ എന്താണെന്നറിയോ? അത് നശിക്കാത്ത സമ്പത്ത് നേടിയെടുക്കണമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന മൂന്നാമത്തെ പഠനം. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, أني رأيت كل واحد من الناس يسعى في جمع حطام الدنيا. ഞാൻ മനുഷ്യന്മാരെ പറ്റി ഇങ്ങനെ നന്നായി ഒന്ന് പഠിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി അവൻ വല്ലാതെ അധ്വാനിക്കുന്നു. കച്ചവടത്തിൽ ലാഭമുണ്ടാക്കാൻ എത്ര മണിക്കൂർ ഉറക്കൊടിയേണ്ടി വന്നാലും അവന് പ്രശ്നമല്ല. അതേ കച്ചവടം കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ, ലാഭം കിട്ടുമെന്ന് തോന്നിയാൽ, അതൊരു ഉത്സവത്തിന്റെ ദിവസമാകട്ടെ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റേതെങ്കിലും ഒരു ദിവസമാകട്ടെ, 10 ആളെ കൊണ്ട് കച്ചവടം 100 രൂപ കൂടുതൽ കിട്ടുമെന്ന് തോന്നിയാൽ സാധാരണ 9 മണിക്ക് പൂട്ടുന്ന പീടിക അന്ന് 12 മണി വരെ തുറന്നു വെക്കുന്നതിന് വിരോധമില്ല. അതേ അവർക്ക് ഒരു പ്രശ്നവുമില്ല, ഉറക്കൊഴിഞ്ഞ ക്ഷീണം കാണുന്നില്ല. അതേ ഒരു മാസം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുകയാണെങ്കിൽ ആ ഒരു മാസവും ഹോട്ടൽ ഫുൾ ടൈം തുറന്നിരുന്നതിന് മുതലാളിക്ക് പ്രശ്നമില്ല, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് പ്രയാസമില്ല. ഏത് കടകളും തുറന്ന് പ്രവർത്തിക്കുന്നു. എന്താ പ്രശ്നം? ദുനിയാവ് ഉണ്ടാക്കണം. ഇനി നല്ലൊരു ഉറൂസിന്റെ സദസ്സ് നടക്കുന്നു എന്ന് സങ്കല്പിക്കട്ടെ. കുറെ ആളുകൾ പങ്കെടുക്കുന്ന സദസ്സ് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ അടുത്ത് കച്ചവടം എത്ര ബുദ്ധിമുട്ടി കച്ചവടം നടത്തുന്നതിന് പ്രയാസമില്ല. അതേ പരിശുദ്ധമായ ഹജ്ജിന് പോകുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ഹാജിമാർ അവിടെ ഒരുമിച്ച് കൂടുമ്പോ കച്ചവടക്കാർക്ക് അവിടെ നേരം വെളുക്കുന്നത് വരെ പീടിക പൂട്ടാൻ തോന്നുന്നില്ല. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണല്ലോ കാണുന്നത്. എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നത് പണമുണ്ടാക്കാൻ. ആ മുതലാളി ഹാർട്ട് പേഷ്യന്റ് ആയാലും പ്രശ്നമല്ല, ഷുഗർ കംപ്ലൈന്റ് ഉണ്ടായാലും പ്രശ്നമില്ല. അതേ അവൻ കൊളസ്ട്രോളിന്റെ രോഗം ഉണ്ടായാലും പ്രശ്നമില്ല, തളർവാദം പിടിപെട്ട ആളായാലും പ്രശ്നമില്ല. പണം കിട്ടുമോ എത്ര ഉറക്കൊഴിഞ്ഞാലും ബേജാറില്ല. അതിനുവേണ്ടി എന്ത് കഠിനാധ്വാനം ചെയ്താലും ബേജാറില്ല. കാരണം ദുനിയാവുണ്ടാക്കണം എന്ന ആഗ്രഹമാണ്. അങ്ങനെ അധ്വാനിച്ച് ദുനിയാവുണ്ടാക്കിയാലോ സുമ്മയും ശിഖുഹു ഖാബിലൻ യദഹു അലൈഹി,
ഉണ്ടാക്കിയ സമ്പത്ത് നശരിയുണ്ടാക്കട്ടെ, എന്നാൽ അത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന തോന്നലില്ലാതെ അതിങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, 25 ലക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ 10 ലക്ഷം ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിൽ നിന്ന് 100 രൂപ പോലും പുറത്തെടുത്തൂടാ, എന്നേരം ബേജാറാണ്, പൈസ തീർന്നു പോകുമെന്നുള്ള പേടി. അങ്ങനെ ഉണ്ടാക്കിയ സമ്പത്ത് ചെലവഴിക്കാതെ ചുരുട്ടി വെക്കുന്ന പ്രകൃതിയാണ് ഞാൻ കാണുന്നത്. ആ സമയത്താണല്ലോ ഉസ്താദിന്റെ അടുക്കൽ വെച്ച് റബ്ബിന്റെ കലാം ഞാൻ ഓതിപ്പടിച്ചത്. വതഅമ്മൽതു ഖൗലഹു തആല വതഅമ്മൽതു ഫീ ഖൗലിഹി തആല മാ ഇൻദകും യൻഫുദ് വമാ ഇൻദല്ലാഹി മിൻ ബാഖ്. അതേ, നിങ്ങളുടെ കൈകളിലുള്ളത് മുഴുവനും നശിച്ചു പോകുന്നതാണ്, പടച്ച റബ്ബിന്റെ കയ്യിലുള്ളതേ ബാക്കിയാകുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലുള്ള ആ പവിത്രമായ ഖുർആനിക വചനം ഞാനങ്ങ് പഠിച്ചുപോയി. സൂറത്തുൻ നഹ്ലിലൂടെ ഈ പരിശുദ്ധമായ ആയത്ത് ഞാനങ്ങ് പഠിച്ചപ്പോ ഞാനൊരു കാര്യം ഓർത്തു. അതേ, അല്ലാഹുവിന്റെ കലാം സത്യമാണല്ലോ. പടച്ച റബ്ബിന്റെ കയ്യിലേക്ക് നമ്മൾ എന്തേൽപ്പിച്ചു കൊടുത്തോ അത് മാത്രമേ ബാക്കിയാകുകയുള്ളൂ. എന്റെ കയ്യിൽ വെച്ചതൊക്കെയും എനിക്ക് നഷ്ടം തന്നെയാണ്. അത് സത്യമല്ലേ? 50 ലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ സ്റ്റോക്ക് ചെയ്ത മുതലാളി ഇന്നത്തെ രാത്രി അങ്ങ് മരിച്ചാൽ നിനക്ക് ആ സമ്പത്ത് നഷ്ടമല്ലേ? അതിൽ നിന്നൊരു 10 റുപ്യ ആർക്കെങ്കിലും നിങ്ങളുടെ അനന്തരാവകാശിയുടെ സമ്പതമില്ലാതെ ആ മരിച്ച മയ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുമോ? ഇല്ല. മരിച്ചവന്റെ കഫം പുടക്കും, അവന്റെ കടം തീർക്കാനും ആവശ്യമായത് മാത്രം അതിൽ നിന്ന് ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ അതിൽ നിന്ന് മറ്റൊരു 5 പിൽസ് ഉപയോഗിക്കണമെങ്കിൽ തന്റെ ഭാര്യയുടെ, മക്കളുടെ, കുടുംബങ്ങളുടെ സമ്മതമില്ലാതെ തൊടാൻ പറ്റില്ല. നീ അധ്വാനിച്ചുണ്ടാക്കി തന്നെ, പക്ഷേ നിനക്കത് നഷ്ടം വന്നുപോയി. എന്നാൽ പടച്ച റബ്ബിന്റെ കയ്യിലെ വല്ലതും ഏൽപ്പിച്ചെങ്കിലോ അത് നമുക്കുള്ളതാണ്. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫബദൽതു മഹ്സൂലി മിനദ് ദുനിയാ ലിവജ്ഹില്ലാഹി തആല ففرقته بين المساكين ليكون ذخرا لي عند الله. ഞാനതുവരെ എന്റെ ജീവിതത്തിൽ അധ്വാനിച്ചു വെച്ച മുഴുവൻ സമ്പാദ്യങ്ങളും അതേ സമയത്ത് തന്നെ ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ഓഹരി വെച്ചു കൊടുത്തു. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി 5 പൈസ ഞാൻ ബാക്കി വെക്കാതെ അധ്വാനിച്ച മുഴുവൻ സമ്പത്തും ഞാൻ ബൈനൽ മസാകീൻ, മിസ്കീന്മാർക്കിടയിൽ ഞാൻ അതിനെ അംശയിച്ചു കൊടുത്തുപോയി. എന്തേ കാരണം? ലിയകൂന ദുഖ്റൻ ലീ ഇൻദല്ലാഹ്. ഞാൻ എന്റെ റബ്ബിന്റെ കയ്യിൽ അതൊരു സൂക്ഷിപ്പ് സ്വത്താകട്ടെ എന്ന് മനസ്സിലാക്കി ഞാനത് മുഴുവനും റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവാക്കി എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വീട്ടിൽ മേശയിൽ സ്റ്റോക്ക് ചെയ്ത പണം നമുക്ക് നഷ്ടമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നിങ്ങളുടെ കാതിലും കഴുത്തിലും കരങ്ങളിലുമുള്ള സ്വർണം നിങ്ങൾക്ക് നഷ്ടമാണ്. അതൊന്നും നിങ്ങൾക്കുള്ളതല്ല. അതിലുള്ള വല്ലതും നിങ്ങൾ പാപങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? റബ്ബിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? അതുപോലത്തെ ദീനിയായ സംരംഭങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിച്ചിട്ടുണ്ടോ? അത് മാത്രമാണ് റബ്ബിന്റെ അടുക്കൽ സ്റ്റോക്ക് ഉള്ളത്. അത് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ റബ്ബിന്റെ കയ്യിൽ വല്ലതും സൂക്ഷിപ്പ് സ്വത്തായി ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം.
അതിനല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാൽ അവസാനം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന സംസ്കാരം നാം മാറ്റം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അതാണല്ലോ, വഅമൽ ലിദുനിയാക ബിഖദ്രി ബഖാഇക ഫീഹാ. ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിച്ചോ. എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? ബിഖദ്രി ബഖാഇക ഫീഹാ. മഹാനായ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തനായ സാഹിദാണ്. 400 ചില്ലാനം ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. ഒരാൾക്കും രണ്ടാൾക്കുമല്ല, 400ഓളം വരുന്ന ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്ത വലിയ സാഹിദായ മനുഷ്യനാണല്ലോ മഹാനായ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു പറയുന്നു, 400 ചില്ലാനം ഉസ്താദന്മാരുടെ അടുക്കൽ ഞാൻ പഠിച്ചെങ്കിലും 4000 ചില്ലാനം ഹദീസ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഹദീസ് ഓർത്തപ്പോൾ തന്നെ എനിക്കെല്ലാം മതിയായി കേട്ടോ. ആ ഒരൊറ്റ ഹദീസ് ഞാൻ പഠനത്തിന് വിധേയമാക്കിയപ്പോ അന്ന് മുതൽ ഞാൻ ദുനിയാവിനെ തലാഖ് ചൊല്ലിപ്പോയി. ഏതാണ് ഹദീസ് എന്നറിയോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഹദീസാണ്. ഇഅമൽ ലിദുനിയാക ബിഖദ്രി ബഖാഇക ഫീഹാ. മോനെ, നീ ദുനിയാവിന് വേണ്ടി ജീവിച്ചോ, പ്രവർത്തിച്ചോ. പക്ഷേ നീ ജീവിക്കുന്ന സമയത്ത് നിനക്കൊരു ധാരണ വേണം. നീ ദുനിയാവിൽ എത്ര കാലം ജീവിക്കും, എത്ര കാലം അവശേഷിക്കും, അതൊന്നും ഓർത്തിട്ട് നീ ദുനിയാവിന് വേണ്ടി ജീവിച്ചാൽ മതി. മഹാനായ ശിബ്ലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ ഹദീസ് ഓതിയപ്പോ എന്റെ ഓർമ്മത്തോടി ഈ ദുനിയാവിൽ എനിക്ക് എന്താണ് ഗ്യാരണ്ടി ഉള്ളത്? ഒരൊറ്റ സെക്കൻഡിന്റെ ഗ്യാരണ്ടി എനിക്ക് ഈ ദുനിയാവിലില്ല. ഈ സമയത്തെങ്ങാനും അസ്റായീൽ ഒന്ന് പതുക്കെ കൊട്ടിയാൽ കിടന്നു കൊടുക്കാതെ നിർവാഹമില്ലല്ലോ. ഒരു സെക്കൻഡിന്റെ ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ദുനിയാവിന് വേണ്ടി ഞാൻ കുറെ ജീവിച്ചിട്ടെന്ത് കാര്യം? ദുനിയാവിന് വേണ്ടി കുറെ ഞാൻ പ്രവർത്തിച്ചിട്ടെന്ത് കാര്യം? എനിക്ക് ദുനിയാവ് വേണ്ട. വഅമൽ ലിആഖിറതിക ബിഖദ്രി മഖാമിക ഫീഹാ. അതേ, നിന്റെ ആഖിറത്തിന് വേണ്ടി നീ ജീവിച്ചോ. ബിഖദ്രി മഖാമിക ഫീഹാ. ആ ആഖിറത്തിൽ നീ എത്ര കാലം നിലനിൽക്കുമെന്ന കണക്ക് കൊണ്ട് നോക്കിയിട്ട് നീ പ്രവർത്തിച്ചോ. മഹാനായ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആഖിറത്തിലുള്ള എന്റെ ജീവിതം പിന്നെ അറ്റമാകുന്നില്ലല്ലോ. എന്നെന്നുമുള്ള എന്റെ ജീവിതമാണല്ലോ എന്റെ ആഖിറത്തിന്റെ ജീവിതം. അതുകൊണ്ട് എനിക്ക് ഈ നശിക്കുന്ന ദുനിയാവിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, നശിക്കാത്ത എന്റെ ആഖിറത്തിന് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു പോയി. എന്റെ ജീവിതം ഞാൻ അത് ആഖിറത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, വഅമൽ ലില്ലാഹി ബിഖദ്രി ഹാജതിക ഇലൈഹി. അതേ, നീ നിന്റെ റബ്ബിലേക്ക് എത്ര കണ്ട് ആവശ്യമാകുന്നോ അത്ര കണ്ട് നീ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചോ, പ്രവർത്തിച്ചോ. അതേ, എന്റെ ഓരോ സെക്കൻഡിലും ഞാൻ അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്നവനാണ്, ആവശ്യമുള്ളവനാണ്. അതുകൊണ്ട് എന്റെ എല്ലാ സെക്കൻഡുകളും റബ്ബിന് വേണ്ടിയല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടെന്ത് കാര്യം? എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടെന്ത് കാര്യം? എനിക്കതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ എപ്പോഴും ആവശ്യമാകുന്ന എന്റെ റബ്ബിന് വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനിച്ചു. വഅമൽ ലിന്നാർ ബിഖദ്രി സബ്രിക അലൈഹാ. നീ നരകത്തിന് വേണ്ടി പ്രവർത്തിച്ചോ. നിനക്ക് ആ നരകം എത്രത്തോളം ക്ഷമിക്കാൻ കഴിയും അത് പരിഗണിച്ചുകൊണ്ട് മഹാനായ ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നു, ഒരു ചെറിയ അടുപ്പിൽ കത്തിച്ച തീ, അതിന്റെ ചെറിയൊരംശം എന്റെ വിരൽ തുമ്പിലങ്ങ് തട്ടിപ്പോയാൽ പുകച്ചത് സഹിക്കാൻ കഴിയാതെ ഞാൻ തുള്ളിപ്പോയില്ലേ? എന്നാൽ ഇങ്ങനെ ഭൂമിയിലുള്ള മുഴുവൻ അഗ്നിയുടെയും 60 ഇരട്ടി ചൂടുള്ള നരകത്തിന്റെ ആ ചൂടും സാധുവായി എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? അതുകൊണ്ട് എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് വേണ്ടത് ആഖിറമാണ്. എനിക്ക് എന്റെ കുടുംബവും ജീവിതവും വേണ്ട. എനിക്ക്
നരകത്തിലേക്കുള്ളതൊന്നും ചിന്തിച്ചുകൂടാ. എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തിയാണ് വേണ്ടത്. എന്റെ റബ്ബിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആ റബ്ബിന്റെ തൃപ്തി നേടുന്നവന് കൊടുക്കുന്ന സ്വർഗമാണ് എനിക്ക് വേണ്ടത്. ആ ഒരൊറ്റ ഹദീസ് എന്റെ ഖൽബിനെ വേദനിപ്പിച്ചപ്പോ തല്ലത്തു ദുനിയാ, ഞാൻ ദുനിയാവിനെ തലാഖ് ചൊല്ലിപ്പോയി. എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്റെ മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ യോഗ്യനല്ല, അർഹനല്ല. ഞാൻ എന്റെ ശരീരത്തെ ഉപദേശിക്കുകയാണ്. നിങ്ങൾക്ക് കൂടെ അതിൽ ഭാഗവക്കാകാമെന്ന് മാത്രം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ആ റബ്ബിന്റെ പൊരുത്തം നേടാൻ എന്തെങ്കിലും അല്ലറ ചില്ലറ പ്രവർത്തനം നടത്തിയത് കൊണ്ട് കാര്യമാകില്ല. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ പറ്റിയ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാക്കി, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി, ദീനീ ഖിദ്മത്തുകളെ കൊണ്ട് ധന്യമാക്കി, ഫിത്ന പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഭൗതിക രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പായാതെ, അല്ലാഹുവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി, സലാമത്തിന് വേണ്ടിയുള്ള താല്പര്യത്തോടെ പടച്ച റബ്ബിനെ പേടിച്ച് ശരീര ഇച്ഛകളെ തള്ളി മാറ്റി അല്ലാഹുവിന്റെ രിമ നേടാനും ആ രിമയിൽ അധിഷ്ഠിതമായി അവന്റെ സ്വർഗം നേടാനും സാധുക്കളായ നമുക്കെല്ലാവർക്കും യജമാനനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. യജമാനനായ റഹ്മാനെ, സാധുവായ ഞാനിത് പറയാൻ യോഗ്യനല്ല, എങ്കിലും ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ മധ്യത്തിൽ ഫഖീറായി വിനീതൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ മഹാന്മാര് പഠിപ്പിച്ച ഹഖാറ് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം അവരുടെ നിസാരിന്റെ ബർക്കത്തിനു വേണ്ടി, അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഈ സാധുവായ നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാവരുടെയും സർവദോഷങ്ങളും നീ സന്തോഷത്തോടെ വിട്ടുപുറത്ത് മാഫാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ആദരിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ, ഞങ്ങളെല്ലാവരുടെയും ഭാര്യമാര്, മക്കൾ, അയൽവാസികൾ, ഞങ്ങളുടെ പെൺമക്കളുടെ ഭർത്താക്കന്മാർ, അതുപോലെ ആൺമക്കളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കളുടെ മക്കൾ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, സ്ഥാപനങ്ങളെയും സംഘടനകളെയും സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, അനാഥകളെയും അഗതികളെയും സ്നേഹിച്ചവർ, സഹായിച്ചവർ, മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവർ, സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി, ഈ കൊച്ചു സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി സഹായിച്ചവർ, ഇവിടെയുള്ള പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ, വിദേശത്തുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, അവരെ എല്ലാവരെയും ഞങ്ങളുടെ ദുആയിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ.